പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്താണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. നിങ്ങൾക്ക് തോന്നും ഇത് ഏത് കൂറ്റിക്കാട്ടി വന്ന് നിൽക്കുവാണ്. എനിവേ ലെറ്റ്സ് വെൽക്കം അവർ ഫാമിലി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സൂപ്പറായിട്ടിരിക്കുകയാണ്. ഈ രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി വന്ന് നിൽക്കണ എവിടെയൊന്നറിയും, നമ്മുടെ സ്വന്തം ഇടപെട്ടിലെ ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ പോലെയുണ്ട്. അപ്പോൾ അവിടെ ഒരു അടിപൊളി ഏരിയ സ്പോട്ടൊക്കെയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അതൊന്ന് കാണാനും കണ്ട് ആസ്വദിക്കാനുമാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ അനിയത്തി സിസ്റ്റർ ആഗ്നസും ഉണ്ട്. അതായത് ആഗിയുണ്ട്. അവളെ ഞാൻ വഴിയെ കാട്ടിത്തരാം. അപ്പോൾ നമ്മളിത് ഇവിടെ എത്തി നിൽക്കുവാണ്. വൺസ് അഗെയിൻ വെൽക്കം ടു അവർ ഫാമിലി. സോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടക്കുവാണ് ഇതിലെ. ഞങ്ങൾക്ക് ആക്ച്വലി ഇത് വലിയ പരിചയമൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു സ്ഥലം കേട്ടും ഗൂഗിൾ മാപ്പൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളിത് ഇതിലെ വന്നത്. കുറേയൊക്കെ സ്പോട്ട് എടുക്കണം, അതായത് സ്പോട്ട് മീൻസ് ഫോട്ടോ എടുക്കണം, ഈ സ്പോട്ട് ഒന്ന് പരിചയപ്പെടണം, കാണണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് വന്നത്. ആഗിക്ക് ഭയങ്കര ഷൈ ആണ് ആക്ച്വലി. സംഭവം എനിക്കറിയത്തില്ല, ഐ ഡോണ്ട് നോ. പിന്നെന്താ, അപ്പം അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. സോ നിങ്ങളെയും ഞാൻ എൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോകാം എന്നോർത്തു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് സ്പോട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ സെയിം രീതിയിൽ തന്നെയാണ്. ഒരുപാട് നടക്കാനുണ്ട്. ഇതുപോലെ തന്നെ ഒരുപാട് നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ മരങ്ങളൊക്കെ, അടിപൊളി മരങ്ങൾ. നമ്മളെന്ന് വെച്ചാൽ മരം കാണാത്തവരെ പോലെ അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നന്നായിട്ടുണ്ട്. ഒരുപാട് ഫോട്ടോയൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റൂ കേട്ടോ. ഏകദേശം ഒരു 5-10 മിനിറ്റൊക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം പതിയത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആക്ച്വലി ഞാനിത് സെൽഫി ആയിട്ട് പിടിക്കുന്നത് കൊണ്ടാണ് ഒരുപാട് ഇത് ക്ലിയർ കിട്ടാത്തത്. സോ ആകെ ഇവിടെ ഉണ്ട്. നമുക്ക് ആകെയോട് ചോദിച്ചേക്കാം ഹൗസ് യുവർ എക്സ്പീരിയൻസ് എന്ന്. ആകെ ടെൽ മീ ഹൗസ് യുവർ എക്സ്പീരിയൻസ്. ആകെ വീഡിയോയിൽ പോലും വരാണ്ട് പോവാ. ആകെ നോക്കൂ ഇങ്ങോട്ട്. ഇങ്ങനെ ഒരു ഏരിയ കണ്ടോ? ഇതൊരു മരമാണ്. മരം ഒടിഞ്ഞു വീണ് കിടക്കുന്നതാണോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇത് നന്നായിട്ടുണ്ട്. ഒരുപാട് നോക്കി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ആകർഷണം പോലെയൊക്കെ തോന്നും. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് എവിടെയാണെന്ന് ഞാൻ കറക്റ്റ് നിങ്ങളുടെ അടുത്ത് പറയാം. എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ തൊടുപുഴയിൽ തന്നെ അവിടെ നിന്നൊരു 2-3 കിലോമീറ്റർ എന്തോങ്ങാണ്ടുണ്ട് ഈ ഇടവെട്ടിയിലേക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കഴിയുമ്പോഴത്തേന് കുറച്ച് ഏരിയയിലായിട്ടാട്ടോ വരുന്നത്. അവിടെ നിന്ന് കുറേ ഇങ്ങനെയൊക്കെ നടന്ന് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരുപാട് ഇതിൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങളിത് ഇവിടെ വന്നത്. പിന്നെ തൊഴിൽക്കാരാകുമ്പോൾ എല്ലാവരും നമ്മളിവിടെ വരാതിരിക്കുന്നത് വളരെ മോശമല്ലേ. അപ്പോൾ ഞങ്ങളിത് കുറച്ചിങ്ങോട്ട് വന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അടുത്ത് ഞങ്ങൾ ഏകദേശം നടന്നിട്ടുണ്ട്. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് മടുത്ത്. അതുകൂടാതെ മഴ പെയ്യാനായിട്ടൊക്കെ തുടങ്ങി. അപ്പോഴത്തേക്കും ഞങ്ങൾ പതിയെ നിർത്തി. അതിൻ്റെ ഉള്ളിലേക്ക് കുറേ ഏരിയാസൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളങ്ങനെ പോയുമില്ല. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി, കാരണം പിന്നീടാകുമ്പോഴത്തേനും മഴ പെയ്താലോ എന്നോർത്ത്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് ചില്ല് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് നടക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ പ്രകൃതി രമണീയമായ ഈ ഒരു സ്ഥലത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സോ ബൈ.